ഞെട്ടിക്കുന്ന ഈ വാർത്തയുടെ വിവരങ്ങളുമായി മറുപടി പ്രോഗ്രാം അവതാരകനും ജനം TV പ്രോഗ്രാം ഹെഡുമായ അനിൽ നമ്പ്യാർ കൂടി ചേരുകയാണ്. അനിൽ, ഈ ഷെറിൻ ജയിലിൽ കിടന്നപ്പോഴേ ഒട്ടേറെ വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷെറിന് ഈ ജയിലിൽ, അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണല്ലോ ഷെറിൻ കഴിഞ്ഞിരുന്നത്. അവിടെ ഷെറിന് ലഭിക്കുന്ന വലിയ ഇളവുകളെക്കുറിച്ചുള്ള വലിയ വാർത്തകൾ പല ഘട്ടങ്ങളായി നമ്മുടെ മുന്നിൽ വന്നതാണ്. ഇതൊക്കെ വളരെ കൃത്യമായ ഒരു സ്ഥിരീകരണം തന്നെ ലഭിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നിലിമ, 2013-2015 കാലഘട്ടത്തിലാണ് തൃശ്ശൂർകാരിയായ MS സുനിത ഒരു വധശ്രമ കേസിൽ അവർക്ക് 9 വർഷം തടവായിരുന്നു. അങ്ങനെയാണ് അവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എത്തുന്നത്. ഈ കാലയളവിൽ ഈ ഷെറിന്റെ സെല്ലിന് തൊട്ടിപ്പുറത്തായിരുന്നു ഇവരുടെ സെൽ. അപ്പോ ഷെറിന്റെ സെല്ലിൽ നടക്കുന്നത് അല്ലാതെ സെല്ലിന് പുറത്ത് നടക്കുന്നതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും നിയമവിരുദ്ധമായി പലതും നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുകയും ചെയ്ത ഒരു തടവുകാരിയാണ് സുനിത. ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നത്, അതായത് ഈ ഷെറിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റ് ചില സഹ തടവുകാരികളും ഷെറിന്റെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതായത് അന്നത്തെ പ്രധാനമായിട്ടൊരു നിയമമൊക്കെ അറിയാവുന്നതാണ്, ഒരു ബ്ലൂ ബ്ലാക്ക് മെയിൽ കേസ്. അതിൽ ഉൾപ്പെട്ട 2 പ്രതികൾ, ഒരു ബിന്ദിയാസും പിന്നെ മറ്റൊരു സ്ത്രീയും, അവരൊക്കെ സ്ഥിരമായിട്ട് ഈ ഷെറിന്റെ ഫോണിൽ നിന്നാണ് പുറത്ത് വിളിച്ചിരുന്നതെന്ന് പറയുന്നു. മാത്രമല്ല, സാധാരണ ഈ തടവുകാർക്ക് അവർക്ക് ഈ ഒരു പായ, ജംകാൾ ഇതൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ജയിലിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്ലേറ്റ്, ഒരു മൊന്ത, അങ്ങനെ അതൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഈ ഷെറിന് ഈ ഒരു ബെഡ് പോലെ ജംകാൾ ഒരു 7-8 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ബെഡിന്റെ രൂപത്തിലാവുമല്ലോ, ആ രീതിയിൽ ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു. മാത്രമല്ല, ഇവര് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അവർ പറഞ്ഞത് ഒരു 10,000 രൂപയെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജയിൽ വസ്ത്രമാണല്ലോ സാധാരണ കൊടുക്കുന്നത്. പക്ഷെ ഷെറിൻ പുറത്തു നിന്ന് കൊണ്ടുവന്ന, ഷെറിൻ വീട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്ന ഈ വെള്ള വസ്ത്രങ്ങൾ, അതാണ് പിന്നെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇവർക്ക് തലയാണ കൊടുത്തിരുന്നു. പിന്നെ ഇവർക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ വസ്ത്രങ്ങൾ ഒക്കെ അലക്കി കൊടുത്തിരുന്നത് ഈ സഹ തടവുകാരിയായിരുന്നു. പിന്നെ ഈ ജയിൽ ഉദ്യോഗസ്ഥരെ ഒരു സ്വാധീനിച്ചത് മാസപ്പണി നൽകിയിട്ടാണെന്നാണ് പറയുന്നത്. ഒരു DIG സ്ഥിരമായി ഷെറിനെ ജയിലിൽ സന്ദർശിച്ചു എന്ന വെളിപ്പെടുത്തൽ സുനിത നടത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഒരു വലിയ രാഷ്ട്രീയ നേതാവുമായും വളരെ അടുത്ത ബന്ധം ഈ ഷെറിന് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ജയിൽ ഭരിക്കുന്ന ജയിൽ ഭരണാധികാരികളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായ ഒരു സംരക്ഷണം ഷെറിന് അവിടെ ഉറപ്പുവരുത്തപ്പെടുന്നു. ഒപ്പം രാഷ്ട്രീയ പിന്തുണ കൂടി വരുമ്പോൾ ഈ കേസിലെ കൊലക്കേസ് പ്രതിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല. മാത്രവുമല്ല, ലൈംഗിക ചൂഷണം പോലും ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. മറ്റു വിവരങ്ങൾ നിലം, അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. ജയിലിനകത്ത് ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു, അതും ഒരു തടവുകാരി. നോക്കൂ, ആ തടവുകാരിയുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തതായിരിക്കാം. മാത്രമല്ല, ഒരുപക്ഷെ ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഒരുപക്ഷെ വഴങ്ങിക്കൊടുത്തതായിരിക്കാം. എന്തായാലും അത് ഒരു കാരണവശാലും ജയിലിനകത്ത്, വനിതാ ജയിലിനകത്ത് അത് നടക്കാൻ പാടില്ല. ഈ DIGയുടെ പേരടക്കം തുറന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. 7 മണിയുടെ അഭിമുഖത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹം സ്ഥിരമായിട്ട്, ഈ ജയിൽ DIG സ്ഥിരമായിട്ട് അവിടെ വരാറുണ്ട്. സാധാരണ ഒരു വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം അവിടെ വരുന്നു. മാത്രമല്ല, ഇവർ പറഞ്ഞത് 5:30 മണിയാകുമ്പോൾ ഇവരൊക്കെ സെല്ലിനകത്തേക്ക് ലോക്കപ്പ് ചെയ്യും. ഈ ഷെറിനെ ചില ദിവസങ്ങളിൽ ഷെറിനെ ഒരു 7 മണിയാകുമ്പോൾ അൺലോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചെത്തുന്നത് 8:30-9 മണി സമയത്താണ്. അപ്പോ ജയിലിന് പുറത്ത് ഇവർ പോയിട്ടുണ്ടോ എന്നറിയില്ല എന്നാണ് സുനിത പറഞ്ഞത്. ആ സമയത്തൊക്കെ വന്ന ചില വാർത്തകൾ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ഈ ഷെറിൻ പല ദിവസങ്ങളും രാത്രികളിൽ ഈ ജയിലിന് പുറത്തേക്ക് പോകുന്നതായുള്ള ചില വാർത്തകൾ ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സുനിതയുടെ വാക്കുകളും ഈ വാർത്തകളും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ അതിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.
തീർച്ചയായും നീലിമ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് കണ്ടതാണ്. ഇതൊരു നേർസാക്ഷിയാണ്. കാരണം സുനിത തൊട്ടപ്പുറത്തെ സെല്ലിലാണ് കഴിയുന്നത്. ഈ അൺലോക്ക് ചെയ്യുന്നതും അതുപോലെ തിരിച്ച് സെല്ലിനകത്തേക്ക് വരുന്നതൊക്കെ നേരിട്ട് കണ്ടാണ്. മാത്രമല്ല ഇവർക്കിടയിലുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഷെറിൻ സുനിതയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മൊബൈൽ ഫോണ് ഒക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് DIGയുമായിട്ടുള്ള അടുപ്പം കാരണമാണ്. DIG ആയിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ പരോളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആയിട്ടുള്ള ബന്ധം എടുത്ത് പറയാറുണ്ട് ഷെറിൻ. അപ്പോൾ കൃത്യമാണ്. അതായത് മേലുദ്യോഗസ്ഥനുമായിട്ടുള്ള ബന്ധം, യെസ്. വഴിവിട്ട ബന്ധം, അതുപോലെ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള വഴിവിട്ട ബന്ധം. അനിൽ നമ്പ്യാർ, ഈ ഷെറിൻ മാനസാന്തരപ്പെട്ടു എന്നാണ് ജയിൽ ഉപദേശക സമിതി അംഗത്തിൻ്റെതായ ഒരു പ്രസ്താവന പുറത്തു വന്നത്. ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ജു പാർവതി ചൂണ്ടിക്കാണിച്ചു. അവിടെ ഷെറിൻ പറയുന്നതാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജയിലിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 ജയിലുകളിൽ മാറി മാറി ഇങ്ങനെ ഷെറിനെ മാറ്റിപ്പാർപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ഒന്ന് അട്ടക്കുളങ്ങര വനിതാ ജയിൽ, 2 പൂജപ്പുര സെൻട്രൽ ജയിൽ, അതുപോലെ തന്നെ നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിൽ. ഇവിടെയൊക്കെ പല ഘട്ടങ്ങളിലായി ഷെറിനെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായതായി വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ പറയുന്നത് അങ്ങനെ ഷെറിന് വേണ്ടി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇത് വിശ്വാസയോഗ്യമാണോ? നീലിമ, അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ അൺഒഫീഷ്യൽ സൂപ്രണ്ടായിരുന്നു ഷെറിൻ. അഞ്ജു പാർവതി പറഞ്ഞത് ശരിയാണ്. അൺഒഫീഷ്യൽ സൂപ്രണ്ടായിരുന്നു. കാരണം അവരായിരുന്നു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. മാത്രമല്ല യഥാർത്ഥ ജയിൽ സൂപ്രണ്ടിന് അവർ ഐപാഡ് വാങ്ങിക്കൊടുക്കുന്നു, അവർ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു. മാത്രമല്ല മറ്റ് ജീവനക്കാരികൾക്ക് അവർക്ക് കൃത്യമായിട്ട് പണം കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇവരെല്ലാം ഷെറിന്റെ മാസപ്പടി കൈപ്പറ്റിയ ആളുകളായിരുന്നു. അതുകൊണ്ടാണല്ലോ നിർലോഭമായിട്ട് ഇത്തരം സഹായങ്ങൾ, വഴിവിട്ട ആനുകൂല്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത്. നിലിമ നേരത്തെ പറഞ്ഞത് ഈ ജയിൽ DIGയുടെ സന്ദർശനമാണ്. ആ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥൻ വരുന്നു, മാത്രമല്ല സമയം ചെലവഴിക്കുന്നു. ഇത് പിന്നെ ഷെറിൻ തന്നെ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിൽ ഈ സുനിതയെ ഉൾപ്പെടെയുള്ള സഹ തടവുകാരികളോട് ഇക്കാര്യം പറയുന്നു. നോക്കൂ, അന്നത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ വ്യക്തമാണ്. പക്ഷേ ഇതൊന്നും പുറത്തു വന്നില്ല. അവിടെ എല്ലാ ജയിലുകളിലും പരാതി പെട്ടികൾ വെക്കാറുണ്ട്. ആ പരാതി പെട്ടികൾ പലപ്പോഴും ഈ സുനിത എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടായില്ല. അങ്ങനെയാണ് അന്നത്തെ ജില്ലാ ജഡ്ജി, സെഷൻസ് ജഡ്ജി ആ ജയിലിൽ ഒരു സന്ദർശനത്തിന് എത്തുന്നത്. അന്ന് ആ ജസ്റ്റിസ് സുനിൽ തോമസ് അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഷെറിന്റെ ഈ സെല്ല് പരിശോധിക്കുന്നു. ഈ സുനിത പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവിടെ നിന്ന് അവരെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നത്. അതായത് വളരെ വൈകിയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ജില്ലാ ജഡ്ജി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ മാറ്റം സംഭവിക്കുന്നത്. ഈ ജയിൽ DIG അതിനുശേഷം സുനിതയെ ഭീഷണിപ്പെടുത്തി. അതായത് ഈ പരാതിപ്പെട്ടിയിൽ പരാതി ഇട്ടിട്ട് പരിഹാരമില്ലാത്തത് കൊണ്ട് ജില്ലാ ജഡ്ജി എടുത്ത് പരാതിപ്പെട്ടതിന് പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്നു. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ജയിൽ DIGയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ എന്തിന് പരാതിപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല അന്ന് ഇവർ ഒരു ജയിലിലെ ഒരു ഉദ്യോഗസ്ഥ വഴി പുറത്തൊരു മാധ്യമ പ്രവർത്തകന് പരാതി കൊടുത്തിരുന്നു. അത് ആ ചാനലിൽ റിപ്പോർട്ടായിട്ട് വന്നിരുന്നു. അതിനെ തുടർന്നും ഈ ജയിൽ DIG പ്രകോപിതനായിരുന്നു. അതായത് ഭീഷണിപ്പെടുത്തി, ജയിലിൽ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തി എന്നാണ് സുനിത പറഞ്ഞത്. ഒരു കാരണവശാലും നീ പുറത്തിറങ്ങില്ല എന്നാണ് ആക്രോശിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഈ ജയിലിൽ പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വനിതാ ജയിലിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ പിന്നെ അനിൽ നമ്പ്യാർ, ഇതുമായി ബന്ധപ്പെട്ട് കോർത്ത് ഇണക്കാവുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. ഈ DIGയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഴിമതി കഥകൾ പുറത്തു വന്നിരുന്നു. ചില അഴിമതികളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെന്റൽ തല നടപടികളൊക്കെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഷെറിൻ പണത്തിന് വേണ്ടിയാണല്ലോ ഈ ഭാസ്കരക്കാരൻ അവരെ കൊലപ്പെടുത്തുന്നത്. തനിക്ക് ആ സ്വത്തിൽ പങ്ക് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഭാസ്കരക്കാരൻ അവരെ കൊലപ്പെടുത്തുന്നത്. പക്ഷേ അപ്പോൾ ഉയരുന്ന ചോദ്യം, എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ ജയിൽ അധികാരികളെ, ഈ സൂപ്രണ്ടിനെ അടക്കം സ്വാധീനിക്കുന്ന വിധത്തിൽ ഇങ്ങനെ മാസപ്പടി കൊടുക്കാൻ എങ്ങനെ ഷെറിന് പണം എത്തുന്നു? ഈ പണവും ഇതുപോലെ ഷെറിനെ ദുരുപയോഗപ്പെടുത്തുന്നവർ നൽകിയതാകാൻ സാധ്യതയില്ലേ?
തീർച്ചയായും ഈ ഷെറിന്റെ ഫണ്ടിങ് സോഴ്സസ് ആരൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പം ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള അടുത്ത ബന്ധം, അതുപോലെ ജയിൽ ഡി ജിയുമായിട്ടുള്ള അടുത്ത ബന്ധം, ഇതൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വഴിവിട്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചത്. പിന്നെ ആരൊക്കെ ഇവരെ സഹായിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് പരോളിൽ ഇവർ പുറത്തിറങ്ങുന്നു. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ മറ്റു ചില കേന്ദ്രങ്ങളിലേക്കാണ് അതെ, പോയിക്കൊണ്ടിരുന്നത്. അതീവ ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് സ്വത്ത് മാത്രം മോഹിച്ചുകൊണ്ട് ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഭാസ്കര കാരണവരുടെ മകനെ ഇവർ ജീവിത പങ്കാളിയാക്കുന്നത്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് ഷെറിന്. അതെ, അപ്പൊ പരോളിൽ ഇവർ എവിടെയായിരുന്നു പുറത്ത് പോയിരുന്നത്, ആരാണ് ഈ പരോൾ കഴിഞ്ഞ് ഇവരെ ഈ വനിതാ ജയിലിൽ തിരിച്ചുകൊണ്ടാക്കിയിരുന്നത്, ആരുടെ വണ്ടിയിലായിരുന്നു ഇവർ എത്തിയിരുന്നത്, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. അന്തരീക്ഷത്തെ പല കഥകളുണ്ട്. പക്ഷെ ഈ സുനിതയുടെ സാക്ഷ്യപ്പെടുത്തൽ, സുനിതയുടെ വെളിപ്പെടുത്തൽ അത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ സംശയിച്ചതൊക്കെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല, നോക്കൂ, ഈ ജയിലിൽ ഇറങ്ങിയതിനു ശേഷം സുനിത ഈ ഷെറിന് നൽകുന്ന വഴിവിട്ട ആനുകൂല്യങ്ങൾ അത് പരാതിപ്പെട്ടിരുന്നു, ഉന്നതാധികാരികളോട് പരാതിപ്പെട്ടിരുന്നു, ജയിൽ DGPക്ക് പരാതി നൽകിയിരുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അതിന് പക്ഷേ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും സുനിതയ്ക്ക് കിട്ടിയിരുന്നില്ല. ഈ സുനിത അന്ന് തുടങ്ങിയ ഏകദേശം 10 വർഷം മുമ്പ് തുടങ്ങിയ ആ നിയമ പോരാട്ടം, അതായത് അവർ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ജയിലിനകത്ത് നിയമം അനുശാസിക്കുന്നത് പോലെ എല്ലാവരെയും സമന്മാരായിട്ട് കാണണം. എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് മാത്രം ഇങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു? അത് വളരെ പ്രകടമായിട്ടാണ് ആ ആനുകൂല്യങ്ങൾ. രഹസ്യമായിട്ടൊന്നും അല്ല ഫോണിന്റെ ഉപയോഗം. ഇവർക്ക് 3 നേരം പുറത്തു നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത്. ഒരു കാരണവശാലും അതൊന്നും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിന് അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാരികൾ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തത് എന്ന് തെളിയേണ്ടതാണ്. വൈകിട്ടില്ല, ഇപ്പോൾ വേണമെങ്കിലും അന്വേഷിക്കാം. ഈ ജയിൽ DIG അദ്ദേഹം വിരമിച്ചു. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, അദ്ദേഹം ഇപ്പോ ചെന്നൈയിലാണെന്ന് തോന്നുന്നു. ചെന്നൈയിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകേണ്ട ഒരു കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീലിമ, ഇതില് ഈ സാധാരണ ഇത്തരത്തിൽ റെമിഷൻ കൊടുക്കുന്നത്, ഈ തടവിൽ ഇളവ് കൊടുക്കുന്നത് നല്ല നടപ്പ് നോക്കിയിട്ടാണ്. അപ്പം ഒരു കാരണവശാലും ഇവർ നല്ല നടപ്പുകാരിയായിരുന്നില്ല എന്നാണ് സുനിത പറയുന്നത്. മാത്രമല്ല, ഇവർ 14 വർഷം പൂർത്തിയാക്കി എന്നാണ് മന്ത്രിസഭാ യോഗം ഇവർക്ക് ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചത്. 14 വർഷം പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇവർ 14 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ഇവർ ഏകദേശം 1 വർഷത്തിലധികം പുറത്ത് നിന്നു എന്നുള്ളതാണ്. അനധികൃതമായിട്ട് ഇവർക്ക് പരോൾ, അതായത് കറക്റ്റ് നമ്പരും പുറത്തു വന്നിട്ടുണ്ട്. ഇവർ പുറത്ത് ഇറങ്ങി ഔദ്യോഗികമായി പുറത്തിറങ്ങിയ ദിവസങ്ങളെ കുറിച്ച്, അതായത് 500 ദിവസം ജയിലിൽ കിടന്നിട്ടേ ഇല്ല. അത് നിയമപ്രകാരം സുനിത തന്നെയാണ് ആ കണക്ക് കൃത്യമായിട്ട് എടുത്തത്. പല ചോദ്യങ്ങളും ചോദിച്ചു സുനിത. ചിലതിന് മാത്രമേ ഈ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളൂ. പല ചോദ്യങ്ങളും, അതായത് കുഴക്കുന്ന പല ചോദ്യങ്ങൾക്കും ജയിൽ അധികാരികൾ ഇതുവരെയായും മറുപടി നൽകിയിട്ടില്ല. അത് ഈ ഷെറിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഷെറിന് കൃത്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കാൻ രാഷ്ട്രീയ നേതാവ് മത്സരിക്കുന്നു, ജയിൽ DIG മത്സരിക്കുന്നു. ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൂചനകളുണ്ടോ ശ്രീ അനിൽ നമ്പ്യാർ? കൃത്യമായി ആ നേതാവിന്റെ പേര് തന്നെ ഈ സുനിത വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ കേട്ടതൊന്നും അല്ല നീലിമ. ഇപ്പം നമ്മളിപ്പോ ഈ ടെലികാസ്റ്റ് ചെയ്ത വാർത്തയൊന്നുമല്ല, അതിനപ്പുറത്തേക്കുള്ള വെളിപ്പെടുത്തൽ സുനിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സുനിതയുടെ ആ ഒരു ബോൾഡ്നെസ്സിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം ഇത് തുറന്ന് പറയാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു എന്നുള്ളതാണ്. നാളെ ഒരുപക്ഷെ ഇവരിപ്പോ ജാമ്യത്തിലാണ്, നാളെ ജാമ്യം റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞാൽ ജയിലിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു വ്യക്തിയാണ് സുനിത. എന്നിട്ടും അവർ തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചു. അവർ പറയുന്നത്, കാരണം ഈ അട്ടക്കുളങ്ങര ജയിലിലും ഇപ്പോൾ ഷെറിനുള്ള കണ്ണൂർ ജയിലിലും ഒക്കെ 20 വർഷത്തിനപ്പുറമായിട്ട് തടവ് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. തടവുകാർ ജയിലുകളിൽ കഴിയുമ്പോഴാണ് ഷെറിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്വാഭാവികമായും ഉന്നത രാഷ്ട്രീയ നേതാവുമായുള്ള ഷെറിന്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. സ്വാഭാവികമായും ഭരണകക്ഷിയുടെ ആളായിരിക്കുമെന്നതിൽ തർക്കവുമില്ല. തീർച്ചയായും നീലിമ, ഈ നേതാവ്, ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് UDF സർക്കാരിന്റെ ഭാഗമായിരുന്ന സമയത്താണ് ഷെറിന് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അപ്പൊ നോക്കൂ, അന്നേ നിർലോഭമായിട്ടുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോ
ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. അല്ലാതെ ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇല്ലാതെ, ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടൽ ഇല്ലാതെ എങ്ങനെയാണ് ഷെറിന്റെ ഫയൽ മാത്രം എത്തുന്നത്? ഈ സുനിത പറഞ്ഞത്, അതായത് ഈ ബിനിതകുമാരി 20 വർഷമായി അവരുടെ 2 കണ്ണിനും കാഴ്ചയില്ല. മാത്രമല്ല ഒരു വിദ്യ എന്ന് പറയുന്ന അവർ ജയിലിൽ വെച്ചാണ് പ്രസവിച്ചത്. 2 കുട്ടികൾ, ചെറിയ കുട്ടികൾ. അവർക്ക് ഇന്ന് 10, 12, 14 മറ്റോ വയസ്സായി. അവരൊക്കെ പിന്നെ പുറത്തു പോകേണ്ടതല്ലേ? കാരണം അവർ ഇത്തരത്തിൽ ഉള്ള ഒരു നടപ്പുണ്ടായിരുന്നില്ല ജയിലിനകത്ത്. മാത്രമല്ല വളരെ ജെന്യൂൻ ആയിട്ടുള്ള കേസസ് ആണത്. അങ്ങനെയുള്ളവരെ പുറത്തിറക്കാതെ എന്തുകൊണ്ട് ഷെറിനെ ഒരു പ്രത്യേക കേസായിട്ട്, ഷെറിന്റെ കേസ് ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് ഇത്രയും താല്പര്യം മന്ത്രിസഭ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു മന്ത്രിയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതിൽ 100% അതിൽ വാസ്തവം ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. മാത്രമല്ല അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം ഷെറിൻ സഹതടവുകാരികളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇവരുടെ അഹങ്കാരം അത് തന്നെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, എനിക്ക് ജയിൽ DIG ആയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ആ സാറ് എന്റെ കാര്യത്തിൽ ഇടപെടില്ല. എന്തിനാണ് സുനിത പരാതി കൊടുത്തത് എന്നാണ് ചോദിച്ചത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ജയിൽ DIG പിന്നെ ജയിലിലെത്തി നേരിട്ട് ഭീഷണിപ്പെടുത്തി സുനിതയെ. സൂപ്രണ്ടിന്റെ വക ഭീഷണി വേറെ, മറ്റ് ഉദ്യോഗസ്ഥരുടെ വക ഭീഷണി വേറെ. ഈ ഷെറിൻ തന്നെ സുനിതയെ പ്രലോഭിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇവർക്ക് ജാമ്യം കിട്ടിയ സമയത്ത് കെട്ടിവെക്കാൻ പണമില്ലാതിരുന്നു. ആ സമയത്ത് ഷെറിൻ പറഞ്ഞു, ഞാൻ പണം തരാം, സുനിത എന്തിനാണ് പരാതി കൊടുത്തത്, പക്ഷെ എങ്കിലും ഞാൻ പണം തന്ന് സഹായിക്കാം എന്നാണ് അന്ന് പ്രലോഭനം നൽകിയത്. പക്ഷെ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷനാണ് അന്ന് സുനിത എടുത്തത്. അങ്ങനെ ഒന്നും വേണ്ട, ഈ ജയിലിനകത്ത് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, അതെന്തായാലും പാലിക്കപ്പെടണം. അല്ലാതെ ഈ അനിൽ നമ്പ്യാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഗവർണറുടെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ ഷെറിന് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അപ്പോൾ ഗവർണറുടെ ഓഫീസ്, രാജ്ഭവൻ ഇത്തരത്തിൽ ആരെങ്കിലും പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ വഴിവിട്ട ഇളവാണ് സർക്കാർ നൽകിയത് എന്നുള്ള കാര്യം രാജ്ഭവനെ അറിയിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടോ? അങ്ങനെ സൂചന നമ്മുടെ മുന്നിലുണ്ടോ ഇപ്പോൾ?